ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓശാന വിളികളുടെ ആരവങ്ങളിലൂടെ നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ള ഒരാഴ്ചക്കാലം. ഏറ്റവും വിശുദ്ധിയോടെ നാം ആചരിക്കേണ്ട വിശുദ്ധ വാരം. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയമായ പ്രവേശനം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ പീഡാനുഭവ, കുരിശുമരണ, തിരുവുത്ഥാന രഹസ്യങ്ങളിലേക്ക് നാം ഇന്ന് മിഴികൾ തുറക്കുകയാണ്. മിഴികൾ തുറക്കുകയല്ല, ഹൃദയം തുറക്കുകയാണ് വേണ്ടത്. ഓശാന വീതിയിലെ യേശുനാഥൻ ആശ്രയത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എളിമയുടെയും പ്രതീകമാണ്. ഈ മൂന്ന് പ്രതീകങ്ങളെയും നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ആശ്രയത്വത്തിൻ്റെ പ്രതീകം. ജെറുസലേമിലേക്ക് വരുന്ന യേശുവിനെ വഴി നടക്കുവാനായിട്ട് പാവപ്പെട്ട മനുഷ്യർ തങ്ങളുടെ മേൽക്കുപ്പായം വഴിയിൽ വിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ പാവപ്പെട്ട മനുഷ്യൻ്റെ അവസാന പണയമായ ഈ മേൽക്കുപ്പായം പോലും ഈ മനുഷ്യർ വഴിയിൽ വിരിക്കുന്നതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ടുള്ള തങ്ങളുടെ ജീവിതത്തിലെ ഏക ബലവും ആശ്രയവും ഈശോ മാത്രമാണ് എന്നാണ്. ഇത് ബലപ്പെടുത്തുന്നതിൻ്റെ തിരുനാളാണ്. എൻ്റെ ഏക ബലവും ആശ്രയവും ഈശോ മാത്രമാണ് എന്ന പ്രതീകം. അതുകൊണ്ടാണ് ആശ്രയത്വത്തിൻ്റെ അവസാന വാക്കായ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് അവർ പറയുന്നത് ഹോസാന. നിലവിളിക്കുന്നവൻ്റെ മുമ്പിൽ നിന്നുകൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. നിസ്സഹായർക്കും നിരാലംബർക്കും നിരാശർക്കും ഒന്നേ ചെയ്യാനുള്ളൂ: നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവെ രക്ഷിക്കുക. കഷ്ടപ്പാടിൻ്റെയും അശാന്തിയുടെയും നിലയില്ലാ കയത്തിൽ നിൽക്കുന്നവൻ്റെ നിലവിളിയാണ് ഹോസാന. കർത്താവെ രക്ഷിക്കണമേ, ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന കേവലം ഭൗമികമായ ഒരു പ്രാർത്ഥനയല്ല ഇത്. നേരെ മറിച്ച് കർത്താവെ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ, എനിക്ക് ആത്മരക്ഷ പ്രദാനം ചെയ്യണമേ എന്ന ആഴമായ അർത്ഥം ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. സമാധാനത്തിൻ്റെ പ്രതീകം. രണ്ടാമതായി, സമാധാനം പ്രവർത്തന ശൈലിയാക്കിയ ഒരു രാജാവാണ് ക്രിസ്തു. ചരിത്രം മുഴുവൻ രാജ്യത്വ ശക്തികളുടെ കിടമത്സരങ്ങൾ കണ്ടും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചും മനസ്സ് മരവിച്ചു പോയ ഒരു ജനതയോട് സക്കറിയ പ്രവാചകൻ പറയുന്നു, സമാധാനം പ്രവർത്തന ശൈലിയാക്കിയ ഒരു രാജാവ് വരുന്നു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ അഹങ്കാരിയായ ഒരുത്തനും നീണാൽ വാണ ചരിത്രമില്ല. യേശു ഒരു പ്രതീകമാണ്. തൻ്റെ ജീവൻ കൊടുത്തും സമാധാനമുണ്ടാക്കുന്നവൻ. ഇന്നത്തെ കാലത്ത് അധികാരമുള്ളവൻ എത്ര പേരെയാണ് തട്ടി താഴെയിടുന്നത്, എത്ര പേരെയാണ് വെട്ടിനിരത്തുന്നത്. അനീതി മുഖമുദ്രയാക്കിയ ഒരു ജനത്തോട് സക്കറിയ പ്രവാചകൻ പറയുകയാണ്, വരാൻ പോകുന്ന പ്രവാചകൻ നീതിമാനാണെന്ന്. അവൻ ദൈവത്തോടും ജനത്തോടും പ്രതിബദ്ധതയുള്ളവനായിരിക്കും. യെശയ്യാ പ്രവചനം പോലെ ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഈ പ്രവചനങ്ങളെ അക്ഷരം പ്രതി അനർത്ഥമാക്കും വിധം അവൻ ജീവിച്ചു. സമാധാനത്തിൻ്റെ രാജാവായി ജനഹൃദയങ്ങളിൽ എന്നേക്കുമായി ജീവിച്ചു എന്നുള്ളതാണ്. ഇനി വീണ്ടും എളിമയുടെ ഒരു പ്രതീകം. ഓശാന വീതിയിൽ കാണുന്ന ഓരോ കാഴ്ചയും ഈ രാജാവിൻ്റെ എളിമയെ വിളിച്ചോതുന്നതാണ്. കേവലം ഒരു കഴുതക്കുട്ടിയുടെ മേലാണ് അവൻ്റെ യാത്ര. കഴുതയുടെ നടത്തം സാവധാനമാണ്, ഒരു സാധാരണ മനുഷ്യൻ്റെ വേഗത മാത്രം. കഴുതയുടെ ഉയരം കുതിരയുടേതിനേക്കാൾ പകുതിയാണ്. കുതിരപ്പുറത്ത് കയറിയാൽ ഒപ്പം നിൽക്കുന്നവനേക്കാൾ മുകളിലാവും. രാഷ്ട്രീയവും മതപരവുമായ അധികാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അഹങ്കാരം, അഹംഭാവം, അധികാരപ്രമത്തത ഇവയെല്ലാം ഇറക്കി വെച്ച് എളിമയുടെ ആൾരൂപമായാണ് അവൻ പ്രവേശിക്കുന്നത്. എന്തൊരു മനോഭാവമാണത്! ഇവിടെ പരവതാനികളില്ല, അരമന തോട്ടങ്ങളില്ല, താലോലിച്ച് വളർത്തുന്ന സുരഭില സൂനങ്ങൾ വഴിയിൽ വിതറപ്പെട്ടിട്ടില്ല. അറേബ്യൻ അത്തർ പൂശിയ ആഠ്യന്മാരില്ലായിരുന്നു അകമ്പടി സേവിക്കുവാൻ. പ്രത്യുത മുഷിഞ്ഞ ഗന്ധമുള്ള പാടത്തെ പണിയാളുകളുടെ വടക്കേമല നാടുകളിലെ ആട്ടിടയന്മാരും സാധാരണക്കാരായ മത്സ്യഗന്ധമുള്ള ശിഷ്യന്മാരും കൊച്ചുകുട്ടികളും മറ്റുമാണ് അകമ്പടി സേവിച്ചത്. ഇത്രയും വിനയാന്യനായി പ്രവേശിച്ചിട്ടും വിശുദ്ധ മത്തായി പറയുന്നത് ഇപ്രകാരമാണ്: നഗരം മുഴുവൻ ഇളകി.
അതെ, അഹങ്കാരമല്ല വിനയമാണ് ഹൃദയങ്ങളെ ഭരിക്കുന്നത് എന്ന് പ്രഘോഷിക്കുകയാണ് ഈ സ്നേഹരാജാവ്. നമുക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം ഈ എളിമയുടെ ഭാവം ജീവിതത്തിൻ്റെ നിലപാടാക്കി മറ്റുള്ളവരെ യേശുവിലേക്ക് എത്തിക്കുവാൻ. ആഗതമാകുന്ന വിശുദ്ധ വാരത്തെ നമുക്ക് വിശുദ്ധിയോടെ വരവേൽക്കാം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങൾ നമ്മെ രക്ഷയിലേക്ക് നയിക്കട്ടെ. എല്ലാവർക്കും കൃപ നിറഞ്ഞ അനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധ വാരം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.